CAയുടെ ഭാഗമായിട്ട് എല്ലാ സംസ്ഥാന നിങ്ങൾ പറഞ്ഞ പോരല്ലോ, പിണറായി വിജയൻ പറയട്ടെ, കൊല്ലത്ത് എന്താണ് തുടങ്ങിയതെന്ന് പിണറായി വിജയൻ വ്യക്തമാക്കട്ടെ. അതായത് അനധികൃത കുടിയേറ്റക്കാരെ, വിദേശികളെ, വിദേശ പൗരന്മാരെ, ഇന്ത്യയിൽ പാസ്പോർട്ടും വിസയും ഇല്ലാതെ കഴിയുന്ന ആളുകളെ, അത് തന്നെയാണ് അല്ല കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ബംഗ്ലാദേശികളും അല്ല. ഞാൻ പറയട്ടെ, അല്ലല്ല CAA നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലുള്ള കാര്യം ആരംഭിച്ചു. ആദ്യം ഞാൻ ചോദിക്കട്ടെ, എന്ത് ന്യായമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ഞങ്ങള് കേരളത്തിൽ നടപ്പാക്കില്ല? ഇദ്ദേഹത്തിന് എന്ത് അധികാരമുള്ളത്? കേരളത്തിൽ മാത്രമായിട്ട് CAA നടപ്പാക്കില്ല എന്ന് പറയാനുള്ള എന്ത് അധികാരമാണ് ശ്രീ പിണറായി വിജയനുള്ളത്? അങ്ങനെ പല രാഷ്ട്രീയമായിട്ടുള്ള ആക്ഷേപങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് ഈ CAA കാര്യത്തിൽ ഇപ്പോൾ വലിയ ബഹളം തുടങ്ങിയല്ലോ. എന്താണ് കേരളത്തിൽ സമരമുണ്ടോ? കേരളത്തിൽ സമരം ചെയ്യാനാണോ LDFും UDFും പോകുന്നത്? ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സമരം ചെയ്യട്ടെ, നിങ്ങൾ സമരമായിട്ട് വാ. ജനങ്ങളെ കബളിപ്പിച്ച്, ആളുകളെ വഞ്ചിച്ച്, ഇല്ലാത്ത കാര്യങ്ങൾ അവരെ ഭയപ്പെടുത്തി വോട്ടിന് വേണ്ടി എന്ത് തരംതാണ വേലയും കാണിക്കുകയാണ് LDFും UDFും. അതാണ് പ്രശ്നം. അല്ലാതെ ഇലക്ട്രൽ ബോണ്ടിനൊക്കെ സുപ്രീം കോടതി ചോദിച്ചാൽ അവിടെ പറഞ്ഞോളും. അതിൽ അവിടെ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നില്ല മതത്തിന്റെ പേരിൽ. അതാണ്. അല്ലെന്ന് മുസ്ലിങ്ങൾ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ അഫ്ഗാനിസ്ഥാനിലോ ഭരണകൂടം അവരെ മുസ്ലിം ആയതുകൊണ്ട് പീഡിപ്പിക്കുന്നില്ല. ഇത് സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് തന്നെയുള്ള കേസാണ്. അതായത് മതത്തിൻ്റെ പേരിൽ പെർസിക്യൂട്ട് ചെയ്യപ്പെടുന്നില്ല. വേറെ അവിടെ മുസ്ലിങ്ങൾ തമ്മിൽ അടിയും സംഘർഷമൊക്കെ ഉണ്ട്. ഞാൻ അതൊന്നുമല്ല. മതം മുസ്ലിം ആയതുകൊണ്ട് അഫ്ഗാനിസ്ഥാനിലോ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ അവർ പീഡിപ്പിക്കപ്പെടുന്നില്ല, അവർ ഓടിക്കപ്പെടുന്നില്ല. നോക്കൂ, നിങ്ങൾ അഭയാർത്ഥികളായിട്ട് വരുന്നവർ എന്തിൻ്റെ പേരില്ല? മതത്തിൻ്റെ പേരിലാണ്. പാകിസ്ഥാനിൽ എത്ര ശതമാനം ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു ഇന്ത്യ വിഭജന കാലത്ത്? അന്വേഷിച്ച് നോക്കൂ നിങ്ങൾ. അപ്പോൾ നിങ്ങൾ വസ്തുത എന്തിനാണ് വളച്ചൊടിക്കുന്നത്? ഇത് CPMൻ്റെയും കോൺഗ്രസിൻ്റെയും കള്ളപ്രചരണമാണ്. മതത്തിൻ്റെ പേരിൽ പെർസിക്യൂഷന് വിധേയമാവുന്ന ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആൾക്കാരെയാണ്. അതിൽ ക്രിസ്ത്യാനികളുണ്ട്, ജൈനന്മാരുണ്ട്, ബുദ്ധന്മാരുണ്ട്, ഹിന്ദുക്കളുണ്ട്. നിങ്ങൾ ഒരാളുടെ കാര്യം മാത്രം പറയില്ല. പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ അഫ്ഗാനിസ്ഥാനിലോ മുസ്ലിങ്ങൾ അവർ മതത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നില്ല. അത് തന്നെയാണ് സത്യം. CAയുടെ പേരിൽ കേരളത്തിൽ BJPക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ? രാഷ്ട്രീയ നേട്ടത്തിനല്ല, ഞങ്ങളെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളാണ്. രാഷ്ട്രീയ നേട്ടം ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളത് അവർ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്. ഞങ്ങൾ ഇതൊന്നും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടല്ല. ഞങ്ങളുടെ പോയിന്റ് വളരെ ക്ലിയറാണ്. ഈ കാര്യത്തിലുള്ള നിലപാട് വളരെ വ്യക്തമാണ്.